ബീൻസ്, പയറ്, പച്ചമുളകും ഒക്കെ. എത്ര ഏട്ടാ? അതൊന്ന് ബില്ലിട്ടറാ. ആ ടീച്ചർക്ക് എന്താ വേണ്ടേ പറഞ്ഞേ? കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തോട്ടോ. മല്ലിയിലക്കൊക്കെ ഇപ്പൊ നല്ല വില ടീച്ചറെ. കുറച്ച് മതി പൗലോസേ. അല്ല ചേട്ടൻ കൊറേ നേരമായാലും നിക്കണു. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കോവയ്ക്ക, കേബേജാ. ഒന്ന് വേഗം പറ, തിരക്കണം, എനിക്ക് നേരല്ല. കോളിഫ്ലവർ അതാണ് പറഞ്ഞാ പോരെ. 1 കിലോ ഉണ്ട്. 50 രൂപ. ആ തിരക്കായത് കൊണ്ടാ. ഗുഡ് മോർണിംഗ്. ഇത് കണ്ടോ ഡോക്ടർ? എന്താ കോഴിമുട്ട മേടിക്കാൻ അമ്മ പറഞ്ഞതാ. കോളിഫ്ലവറാ കിട്ടിയ. കൊള്ളാം. ഇതിനാ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ. അച്ചാറിട്ട് തന്നാ മതിയോ? എന്താ ഡോക്ടർ? ഞാനൊന്നിങ്ങനെ കുളിക്കാനുള്ളതെന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ കുളിയാണോ പ്രധാനം ഡോക്ടർ? അല്ലല്ല, കുളി തീരെ പ്രധാനമല്ല. വരൂ. ഭംഗിയുള്ള ഒരു വീട്ടിൽ തിരമാലകളെ നോക്കി ഒരു കടപ്പുറത്താണ് സുധി ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? അല്ല. പിന്നെ എവിടെയാ? പച്ചക്കറി കടയുടെ മുമ്പിൽ തന്നെയാ. ആ അതെങ്കിൽ അത്. എന്താണ് കാണുന്നത്? കോഴിമുട്ട. കോഴിമുട്ടയിൽ ആട്ടും കാട്ടം കണ്ണുറക്കടൂ. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഡോക്ടർ. ഓക്കെ ഓക്കെ. ആ കാണുന്ന ബിന്ദുവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഏത് ബിന്ദു? കുന്തം. ആ കൈ കൊണ്ട് നീട്ടു. കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? കുറച്ച്. ഇപ്പൊ ഒരു സമാധാനമൊക്കെ തോന്നുന്നില്ലേ? കഴുത്ത് വേനിക്കുന്നുണ്ട്. പറഞ്ഞ എക്സസൈസ് ഒക്കെ റെഗുലറായി ചെയ്യുന്നില്ലേ? ABCD ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ABCDEFG HIJ K. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഏത് ആൽഫബറ്റിലാണ് വിക്കിയത്? ജെ. ഇപ്രാവശ്യം K അല്ലേ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതോ? ആ വായിക്കൂ. ഭർത്താവില്ലാത്ത രാത്രി. നല്ല രാത്രിയാണ്. വായിച്ചു. A ആണ്. ഞാൻ വായിച്ചതാ. യേതുകൃഷ്ണന്റെ കൈവിരലുകൾ ദ്രുതഗതിയിൽ ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ നൈറ്റ് ഡ്രസ്സിന്റെ സിബ് താഴോട്ട് വലിച്ചതും അതിനിടയിലൂടെ ഹുക്കില്ലാത്ത വെരി ഗുഡ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഡോക്ടർ. പരിചയമുള്ളവരോട് സംസാരിക്കുമ്പോൾ വിക്ക് വലിയ കുഴപ്പമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ, പരിചയമുള്ളവരാകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. പക്ഷെ പാട്ട് പാടുമ്പോൾ വിക്കില്ലേ? ആഹാ, എന്നാ പാട്ട് പാടുന്ന പോലെ സംസാരിച്ചാ പോരെ? അതെങ്ങനെയാ? സിമ്പിൾ അല്ലേ? തനിക്കിന്ന് കടയിൽ പോയി മുട്ട വാങ്ങാനായിരുന്നില്ലേ പ്രശ്നം? ഇപ്പോൾ ഒരു കടയിൽ പോയി മുട്ടയും മറ്റു സാധനങ്ങളും വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പാട്ടിൽ കൂടി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. 10 കോഴി മുട്ട തരും, 1/2 കിലോ സബോളയും 5 കിലോ അരിയും പൊതിഞ്ഞെടുക്കൂ. സോ സിമ്പിൾ. കണ്ടില്ലേ? ഇനി കൂടുതൽ വിക്ക് വരുമ്പോൾ ഇതുപോലെ സംസാരിച്ചാൽ മതി. നാളെ മുതൽ മസിൽ റിലാക്സേഷന് വേണ്ടി ഞാനൊരു ടങ് എക്സസൈസ് പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. ഓക്കെ. ഇത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം ഡോക്ടർ? നമ്മൾ എത്ര പ്രാവശ്യം കൂടുതൽ ചെയ്യുന്നു അത്രയും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ.